രാജ്യത്ത് ഉഷ്ണതരംഗം ശക്തമാകുന്നു. കഴിഞ്ഞ 36 മണിക്കൂറിനിടെ ഉഷ്ണതരംഗത്തെ തുടർന്ന് 22 പേർ മരിച്ചു. 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഉഷ്ണതരംഗത്തെ തുടർന്നുള്ള മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബി ബാലഗോപാൽ ഉണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. ബാലു, 22 പേരുടെ മരണം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ആശങ്കയുടെ ഒരു സാഹചര്യമാണ്. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? അതുപോലെ നിലവിലെ സ്ഥിതിയും മുന്നറിയിപ്പും ഒക്കെ എങ്ങനെയാണ്? സന്ധ്യ, 3 സംസ്ഥാനങ്ങളുടെ മരണം മാത്രമാണ് ഈ 22 എന്നത്. ഈ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയാണ് ഒറീസ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ഔദ്യോഗികമായി ഈ 22 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒറീസയിലാണ്. ഒറീസയിൽ കഴിഞ്ഞ ദിവസം 10 പേരാണ് ഈ കൊടും ചൂടിനെ തുടർന്ന് മരിച്ചത്. ഇതിൽ 6 സ്ത്രീകളും ഉൾപ്പെടുന്നതാണ്. ബീഹാറിൽ 9ഉം ജാർഖണ്ഡിൽ 3 പേരുമാണ് കഴിഞ്ഞ 36 മണിക്കൂറിന്റെ ഈ ഉഷ്ണതരംഗത്തെ തുടർന്ന് മരിച്ചത്. ഇതിനു പുറമെ മെയ് 24-നും 30-നും ഇടയിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത 20 പേരുടെ മരണം ഉഷ്ണതരംഗം കാരണമാണെന്ന് സംശയിക്കപ്പെടുന്നുവെന്നും ഈ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ തുടരുകയാണ്. ഈ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത ഉഷ്ണം ആണ്, കൊടും ചൂടാണ് ഇപ്പോൾ ഉള്ളത്. മിക്ക സംസ്ഥാനങ്ങളും 45 ഡിഗ്രിക്ക് പുറത്താണ് ഇപ്പോൾ താപനില നിലനിൽക്കുന്നത്. ഇതിൽ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കണക്ക് കഴിഞ്ഞ 36 മണിക്കൂറിന്റെ 3 സംസ്ഥാനങ്ങളിലുള്ള കണക്ക് മാത്രമാണ് ഇപ്പോൾ. അതായത് 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ 22 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ മൊത്തത്തിലുള്ള കണക്കുകൾ വരുമ്പോൾ, അതായത് മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി കണക്കുകൾ വരുമ്പോൾ ഈ സംഖ്യ ഉയരുവാനാണ് സാധ്യത. സന്ധ്യ. ശരി ബാലു.